ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സിഎം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ്, മേലെ ബസാർ, ചെറുപുഴ. ചെറുപുഴ ഗ്രാമീണ വായനശാലയും JMUP സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വായനാ വസന്തത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. JMUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉച്ചകഴിഞ്ഞ് 2-ന് TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷത വഹിക്കും. ജനറൽ കൺവീനർ K ദാമോദരൻ മാസ്റ്റർ, മുഖ്യ അധ്യാപകൻ PN ഉണ്ണികൃഷ്ണൻ, ഗ്രന്ഥശാല കൗൺസിൽ ജില്ലാ സെക്രട്ടറി PK വിജയൻ, വൈക്കത്ത് നാരായണൻ, ചെറുപുഴ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് V കൃഷ്ണൻ മാസ്റ്റർ, ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ M ബാലകൃഷ്ണൻ, KK ജോയി, പയ്യന്നൂർ AEO TV ജ്യോതി ബസു, ഗ്രന്ഥശാല കൗൺസിൽ താലൂക്ക് സെക്രട്ടറി K ശിവകുമാർ, VN ഗോപി, KC ലക്ഷ്മണൻ, PTA പ്രസിഡന്റ് രമേശ് ബാബു, ശ്രീജ ടീച്ചർ, P ലീന, PE സീമ, സംഘാടക സമിതി കൺവീനർ MV അജയൻ എന്നിവർ പ്രസംഗിക്കും. ചടങ്ങിൽ ആസ്വാദനക്കുറിപ്പ് വിജയികൾക്ക് സമ്മാനദാനം, വായനാ വസന്തം വിശദീകരണം, വായനാ പ്രതിജ്ഞ, MT പതിപ്പ് പ്രകാശനം, മികച്ച വനിതാ വായനക്കാർക്ക് സമ്മാന വിതരണം എന്നിവ നടക്കും. പത്രസമ്മേളനത്തിൽ ജനറൽ കൺവീനർ K ദാമോദരൻ മാസ്റ്റർ, M ബാലകൃഷ്ണൻ, MV അജയൻ, KA സജി, KV ബിജു, KK മുരളി എന്നിവർ പങ്കെടുത്തു. സുഹൃത്തുക്കളെ, സംഘാടക സമിതി അംഗങ്ങളെ, ചെറുപുഴ ഗ്രാമീണ വായനശാലയും ചെറുപുഴ JMUP സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയും ചേർന്ന് വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി വായനാ വസന്തം എന്നൊരു പരിപാടി നടപ്പിലാക്കുകയാണ്. കേരള ഗ്രന്ഥശാല കൗൺസിൽ വായനായനം എന്ന പരിപാടി ഇപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 2ാം ഘട്ടം എന്നുള്ള നിലയിലാണ് വായനാ വസന്തം നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 40ഓളം യൂണിറ്റുകളിൽ പുസ്തക പരിചയം നടത്തി നമ്മുടെ വായനശാല. 2ാം ഘട്ടത്തിൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് ഈ പുസ്തകങ്ങൾ എത്തിക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോ JMUP സ്കൂളിലെ വിദ്യാരംഗം മാസികയുടെ ആഭിമുഖ്യത്തിലും നമ്മുടെ വായനശാലയുടെ വകയായിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി വെള്ളിയാഴ്ച ഉച്ചക്ക് 2 മണിക്കാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നത്. ബഹുമാന്യനായ MLA ശ്രീ TI മധുസൂദനൻ അവർകൾ ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ നമ്മുടെ ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സാണ്ടർ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. അതുപോലെ തന്നെ ജില്ലാ ഗ്രന്ഥശാല കൗൺസിലിന്റെ ജില്ലാ സെക്രട്ടറിയും താലൂക്ക് സെക്രട്ടറിയും, അതുപോലെ പയ്യന്നൂർ ഉപജില്ലാ ഓഫീസർ നമ്മുടെ ജ്യോതിബാസ് സാറ്, പിന്നെ വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, വായനശാലയുടെ പ്രസിഡന്റ് കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. അതുപോലെ സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ MT പതിപ്പ് കയ്യെഴുത്തു മാസിക വൈക്കത്ത് നാരായണൻ മാസ്റ്ററാണ് പ്രകാശനം ചെയ്യുന്നത്. പിന്നെ മികച്ച വനിതാ വായനക്കാർക്കുള്ള സമ്മാനങ്ങൾ വായനശാലയുടെ പ്രസിഡന്റ് കൃഷ്ണൻ മാസ്റ്ററാണ് വിതരണം ചെയ്യുന്നത്. അതുപോലെ 1200-300ഓളം പുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത്. ഈ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്, ആ കുടുംബത്തിന് വേണ്ടിയാണ്. പുസ്തകങ്ങൾ ഒരു 4 പുസ്തകങ്ങൾ കൊണ്ടുപോയാൽ ഏകദേശം 5000ഓളം പുസ്തകങ്ങളാണ് ഈ 2-3 ആഴ്ച കൊണ്ട് അവർ പരിചയപ്പെടുന്നത്, വായിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ 3 പേരുണ്ടെങ്കിൽ 15000-ലധികം പുസ്തകങ്ങൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഈ കുട്ടികളും രക്ഷിതാക്കളും അത് പരിചയപ്പെടും. അത് വായിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. എന്നിട്ട് ആസ്വാദനക്കുറിപ്പ് എഴുതും. ക്ലാസ്സിൽ നിന്ന് ആദ്യം ഒരു പുസ്തകവും അത് ആസ്വാദനക്കുറിപ്പ് എഴുതാനുള്ള കടലാസും സീൽ ചെയ്ത പേപ്പറും ഇവിടുന്ന് കൊടുക്കും. JMUP സ്കൂളും നടത്തുന്ന വായന വസന്ത സംബന്ധിച്ച് വിശദമായ രീതിയിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് ശ്രീ ദാമോദരൻ മാസ്റ്റർ പ്രതിപാദിച്ചു കഴിഞ്ഞു. നമ്മുടെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രതിബദ്ധത, കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇപ്പൊ നമ്മളെ ലൈബ്രറി കൗൺസിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾ പഴയ കാലത്തെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ശാസ്ത്രബോധമുള്ള കുട്ടികളാണ്. പല രംഗങ്ങളിലും വളരെ മിടുക്കന്മാരാണ്. പക്ഷേ പുതിയ തലമുറയിൽ മാറി മാറി വരുന്ന സാമൂഹ്യ വിഷയങ്ങളിൽ അവഗാഹം വളരെ പുറകോട്ട് പോയിട്ടുള്ള കാഴ്ച കാണുന്നു. അതോടൊപ്പം രക്ഷിതാക്കളിലും
വായന കുറഞ്ഞു വരുന്നതിന്റെ കാരണമായിട്ടാണ് സാമൂഹ്യ പ്രതിബദ്ധതയും സാമൂഹ്യ ബോധവും പഴയതിന്റെ ആ നിലവാരത്തിൽ എത്താത്തൊരവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത്. ഒരു കാലത്ത് നല്ല വായനക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. വായനശാലയിൽ പുസ്തകം കിട്ടാത്തൊരവസ്ഥ, ഒരാൾ വായിക്കാൻ കൊണ്ടുപോയാൽ തിരിച്ചു കിട്ടാൻ വീണ്ടും കിട്ടാനുള്ള പ്രയാസം ഉണ്ടായിരുന്നു. ഇന്ന് പുസ്തക വായനക്കാരുടെ എണ്ണം കുറേ സാങ്കേതികമായ ഒരുപാട് കാരണങ്ങളുണ്ട്. മികവും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കാലത്തിന്റെ മാറ്റങ്ങൾ അതിലൊരു കാരണമായില്ല. എങ്കിലും സാമൂഹ്യ ബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന് അനിവാര്യമാണ്. അത് പുസ്തകങ്ങളിൽ കൂടി നമുക്ക് ലഭിക്കാം. പാഠ്യ വിഷയങ്ങളിൽ കൂടി മാത്രമല്ല, മറ്റ് നമ്മുടെ വിദ്യാഭ്യാസം കൂടി മാത്രമല്ല, അനൗപചാരിക വിദ്യാഭ്യാസവും ഒരു പ്രധാന ഘടകമാണ് അറിവിലേക്ക്. അതിൻ്റെ ഒരഭാവം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിന് വായനാശീലം വളർത്തേണ്ടത് അനിവാര്യമാണ്. ചെറുപുഴ ഗ്രാമീണ വായനശാലയുമായി ചേർന്ന് നിന്നുകൊണ്ട് JNUP സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിലാണ് വായനാ വസന്തം എന്ന പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കേവലം ഒരു ചെറിയ പദ്ധതിയല്ല, ചെറിയ കാലയളവ് കൊണ്ട് ഒരു വലിയൊരു പദ്ധതിക്കാണ് വായനശാലയും അതുപോലെ JNUP സ്കൂളും ചേർന്ന് രൂപം നൽകിയിരിക്കുന്നത്. 1250ഓളം കുട്ടികൾക്ക് ഒരേ സമയം പുസ്തകങ്ങൾ നൽകുകയും അത് അവരുടെ രക്ഷിതാക്കൾ അടക്കം വായിച്ച് ഒരു കുട്ടിക്ക് 4 പുസ്തകം എന്ന രീതിയിൽ നമ്മൾ കൈമാറി വായനാശീലം വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി തുടക്കമിട്ടിരിക്കുന്നത്. ഇപ്പോൾ 36 ക്ലാസ്സുകളിലായി കൊടുക്കുന്ന പുസ്തകങ്ങളിൽ ക്ലാസ്സുകളിൽ തന്നെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി കുട്ടികൾ കൊണ്ടുവരും. അതിന് മികച്ച ആസ്വാദനക്കുറിപ്പ് കണ്ടെത്തി അങ്ങനെ 36 എണ്ണം നമുക്ക് കിട്ടും. അപ്പൊ അതിൽ നിന്ന് ഫസ്റ്റ്, സെക്കൻഡ്, പിന്നെ പ്രോത്സാഹന സമ്മാനങ്ങൾ അത് ക്യാഷ് പ്രൈസ് ആയി കൊടുത്തുകൊണ്ട് വായനാശീലം എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ്. ചിലപ്പോൾ ദാമോദരൻ മാഷ് പറഞ്ഞ പോലെ കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു പദ്ധതിയായിരിക്കും. അതിന്റെ ഒരു ആശങ്ക നമുക്കുണ്ട്. എന്നാലും എല്ലാവരുടെ ഭാഗത്തും നല്ലൊരു സഹകരണത്തോടു കൂടി അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെറുപുഴയുടെ ഹൃദയ കവാടത്തിൽ ലോകപ്രശസ്ത കമ്പനികളുടെ നിരവധി മോഡലുകളിലുള്ള ഫോണുകളുമായി CM മൊബൈൽസ് സെയിൽസ് ആൻഡ് സർവീസസ്, മേലെ ബസാർ, ചെറുപുഴ. ഞങ്ങളുടെ സേവനങ്ങൾ: ബാറ്ററി റീപ്ലേസ്മെന്റ്, ഡിസ്പ്ലേ റീപ്ലേസ്മെന്റ്, വാട്ടർ ഡാമേജ്, ചാർജർ പോർട്ട് റിപ്പയർ, പവർ ബട്ടൺ റിപ്പയർ, മൈക്ക് റീപ്ലേസ്മെന്റ്, ഡാറ്റ ബാക്കപ്പ്, ടാബ് റിപ്പയർ, സ്പീക്കർ റീപ്ലേസ്മെന്റ്, ക്യാമറ റിപ്പയർ, സോഫ്റ്റ്വെയർ ആൻഡ് അൺലോക്കിംഗ്, CPU eMMC ഫിക്സിംഗ്, ഒറിജിനൽ ഡിസ്പ്ലേ മാറാതെ തന്നെ ഗ്ലാസുകൾ മാത്രം മാറ്റി കൊടുക്കുന്നു. CM മൊബൈൽസ് സെയിൽസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. ഫോൺ 9846 127 155.